ചെങ്ങന്മാർ എങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പെട്ട് വണ്ടികളൊക്കെ കേൾക്കാനുള്ള പരിപാടി ആട്ടോ. വണ്ടികളൊക്കെ കേൾക്കിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നേരെ വിട്ട് കിച്ചണിൽ പോയപ്പോൾ നല്ല മീൻകറിയും അതേപോലെ കുബൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തിരുമ്പാനുള്ള പരിപാടി കേട്ടോ. തിരുമ്പലൊക്കെ കഴിഞ്ഞ് തോരട്ട് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊന്നും പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാബുണ്ട് ബാങ്ക് കൊടുക്കാൻ നേരത്തെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പള്ളിയിൽ പോവല്ലേ. നമ്മൾ ബാബാന്റെ വണ്ടി സ്റ്റാർട്ടാക്കി ബാബാനെയും കയറ്റി നേരെ വിട്ടിട്ടോ പള്ളിക്കൊക്കെ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് റൂമൊക്കെ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ എന്താട്ടെ പുതപ്പുകളൊക്കെ നേരെ ബെഡ്ഷീറ്റും വിട്ടതിന്റെ ശേഷം നമ്മൾ നേരെ വിട്ട് എവിടേക്ക് മുടിയിട്ടാണ്. ഈ മാസം കൂടെ ഉള്ള UAE നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി ആട്ടാ. എന്റെ പകരക്കാരനായിട്ട് നമ്മൾ പുതിയ ഡ്രൈവർ വന്നിട്ടുണ്ട്, നമ്മൾ നോഫലിക്ക. അങ്ങനെ നാട്ടിലേക്ക് പോണ പൊലിവായതുകൊണ്ട് നമ്മൾ മുടിയൊക്കെ വെട്ടി സെറ്റാക്കാട്ടെ. ഇനി നാട്ടിൽ പോകുമ്പോൾ വേറൊരു വെട്ട് കൂടി ഉണ്ട്. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിനായാലും എങ്ങനെ പോയാലും നാട്ടിലേക്ക് പോകണം വേറെ ലെവലാണ്. മുടിവെട്ടിലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ എത്തിയപ്പോഴാണ് നമ്മളെ ചെക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് അൽഫാമാൾക്ക് പോവാണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ചെക്കന്മാരെ കയറ്റി നേരെ വിട്ടിട്ട് അൽഫാമാൾക്ക്. അവിടെ പോയപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ നമ്മളെ സുഹൃത്ത് ചെങ്ങന്മാരെ അവരെത്തി സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെക്കന്മാരെ വന്ന് വണ്ടി കയറി അവിടുന്ന് നേരെ വിട്ട് കോഫി ഷോപ്പ്. ചെക്കന്മാരെ കോഫി ഷോപ്പിൽ ഇറക്കി നമ്മൾ വീട്ടിലേക്ക് എത്തി നമ്മൾ സേതുബായി ഇങ്ങനെ നടക്കുന്നു കിട്ടുക. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആകെ കൂടെ മഴക്കാറും പൊടിക്കാറ്റ് ജഗ പുക സംഭവം കേട്ടോ. അതിനിടയിലുണ്ട് മാമ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മറട്ടിയെ പാല് വാങ്ങിക്കൊണ്ടേ. അങ്ങനെ ഞാനും നോഫലിക്ക് നേരെ വിട്ട് നമ്മൾ പാല് വാങ്ങാൻ സഫീർ മാൾക്ക് കിട്ടാ. അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ കാറ്റ് എന്താ മഴ വേറെ ലെവല്. ഇപ്രാവശ്യം എല്ലായിടത്തും മഴ പെയ്തപ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ മഴ വേറെ ലെവല്. എന്താ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ നാശകോശാക്കി അതിനിടയിൽ മഴയും. എന്നാലും അടിപൊളിയാട്ടോ. അത് നമ്മൾ സഫീർ മാൾക്ക് എത്തിയപ്പോൾ വണ്ടി സൈഡാക്കി പാല് വാങ്ങാനുള്ള പരിപാടിയാണ്. പാലും വാങ്ങി പൈസ കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ മയക്കും കുറവില്ല കാറ്റിനും കുറവില്ല. കുറച്ചേരം കണ്ടിരുന്നതിന്റെ ശേഷം നേരെ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ചെക്കൻ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മറട്ടിയെ നമ്മളെ കോഫി ഷോപ്പിക്ക് പരിപാടി കഴിഞ്ഞിരിക്കണേ. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിട്ടിട്ട കോഫി ഷോപ്പിൽ പോകുമ്പോൾ മഴ നോക്കി എന്താ രസം എന്നറിയാം. അത് കുറച്ചേരം നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാട്ടോ. മരുഭൂമിത്തെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാ. എന്നാൽ ചെക്കന്മാരെ കയറ്റിന്റെ ശേഷം അവിടുന്ന് നേരെ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മാമ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മറൊട്ടിയെ സാധനം വാങ്ങി കൊണ്ടാണ്ട് എന്ത് ഫ്രൂട്ട്സ്. മാമ അടുത്തും പൈസ വാങ്ങി നേരെ വിട്ട് പച്ചക്കറി കടക്ക്. അവിടെ പോയി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയതിന് ശേഷം നേരെ വിട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കണം. നേരെ വിട്ട് നമ്മളെ പള്ളിയിൽ പോകുമ്പോഴെ കാഴ്ച നോക്കി എന്താ രസം എന്ന് പറയാം. മഴക്കാറും അതേപോലെ വേറെ ലെവല് സംഭവം. ഇങ്ങനെയൊക്കെ പള്ളി കാണുമ്പോൾ മനസ്സിന് ഒരു സുഖമാണ്. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ചെക്കൻ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മറട്ടിയെ ടിക്കറ്റ് പോയി എടുത്തോ. അങ്ങനെ ഈ മാസം ലാസ്റ്റ് ആയിട്ട് നമ്മൾ പോവട്ടെ നാട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത മണിക്കാത്തേക്ക്. ഓക്കെ ബൈ.